ബിബിനച്ചന്റെ പുത്തൻ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം പിതാവിന്റെ പ്രസംഗത്തിൽ നിന്ന് ഈ ദേവാലയം ഇവിടെ മനോഹരമായി പണിത് ചെയ്ത് ഞങ്ങൾക്ക് നൽകിയ മറക്കാൻ പാടില്ലാത്ത ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കുരുവിളയച്ച, ഒരുപക്ഷേ നിങ്ങളൊക്കെ മറന്നുപോയി കാണും, ക്രിസോസ്റ്റം പിതാവ് മറക്കാൻ പാടില്ലല്ലോ. സ്നേഹ ബഹുമാനപ്പെട്ട റോബിൻ പീറ്റർ, ട്രസ്റ്റി ജോയ്, ഇടവക വികാരി, മറ്റ് വൈദിക സഹോദരങ്ങൾ, സിസ്റ്റേഴ്സ്, മുമ്പിലിരിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കളുടെ അമ്മമാര്, അപ്പന്മാര്, സഹോദര സഹോദരികളെ, ഈ കഴിഞ്ഞ 8-ാം തീയതി തിരുവനന്തപുരം സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയുടെ അഭിഷേകത്താൽ പുരോഹിതനാക്കപ്പെട്ട 5 പേരിൽ ഒരാളാണ് നമ്മുടെ മകൻ ബിബിൻ. ആ പൗരോഹിത്യം സ്വീകരിച്ച് ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വന്നുകൊണ്ട് ബിബിനച്ചൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യത്തെ പരമപ്രധാനമായ ആ ശുശ്രൂഷയിൽ ഇന്ന് പ്രവേശിച്ചു. ഒരു പുരോഹിതൻ ആരെന്നും എങ്ങനെയെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. കർത്താവായ യേശുക്രിസ്തു മാത്രമാണല്ലോ പുരോഹിതൻ, നിത്യ പുരോഹിതൻ. ആ കർത്താവ് തൻ്റെ പൗരോഹിത്യം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് നൽകി. ആർക്ക് കൊടുത്തു ഈ പൗരോഹിത്യം? ബിബിനച്ചന് കൊടുത്തു. ആരംഭത്തിൽ പാവപ്പെട്ട മീൻപിടുത്തക്കാർക്ക് കൊടുത്തു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, പുരോഹിത പ്രമാണികൾ ഉണ്ടായിരുന്നു, ആർക്കും കൊടുത്തില്ല. കടൽ തീരത്തിറങ്ങി മീൻ പിടിക്കുന്ന മീൻപിടുത്തക്കാരെ കണ്ടു. മോനെ നീ വാ. അവർക്കായിരുന്നു കർത്താവ് പൗരോഹിത്യം കൊടുത്തത്. ലേവി ഗോത്രത്തിൽ നിന്ന് ആ പൗരോഹിത്യം എടുത്തു കളഞ്ഞു. അവരെ അശുദ്ധമായി പൗരോഹിത്യത്തെ ഉപയോഗിച്ചു. വീണ്ടും ആ പൗരോഹിത്യം പാവപ്പെട്ട നമ്മളിലേക്ക് തരുന്നതിനു വേണ്ടിയായിരുന്നു യേശുതമ്പുരാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട അവർക്ക് കർത്താവ് കൊടുത്തുകൊണ്ട് ലോകമെങ്ങും പോയി ഈ സുവിശേഷം അറിയിക്കണം. സ്നാനം കൊടുത്ത് അവരെ ദൈവമക്കളാക്കി തീർക്കണം. ഈ ദൗത്യം 8-ാം തീയതി ഏറ്റെടുത്ത ബിബിനച്ചൻ ഇന്ന് താൻ ജനിച്ചു വളർന്ന ഈ ദേവാലയത്തിലെ ത്രോണോസിൽ ഔദ്യോഗികമായി തൻ്റെ ഡ്യൂട്ടി, തൻ്റെ ജോലി ആരംഭിച്ചു. നിങ്ങളെല്ലാവരും കേട്ടല്ലോ, ഞാനും ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ഈ ഓസ്തി എടുത്തുകൊണ്ട് ആശീർവദിച്ച് അനുഗ്രഹിച്ചു പറഞ്ഞത് എന്താണ്? ഇത് എൻ്റെ ശരീരം ആകുന്നു. ബിബിനച്ചൻ്റെ ശരീരമോ? നമ്മളാരും അത് കഴിക്കത്തില്ല. ഇതെന്റെ ശരീരമാകുന്നു.
8-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക ബാവായുടെ കൈവയ്പോടുകൂടി അദ്ദേഹം വേറൊരു ക്രിസ്തുവായി മാറി. വേറൊരു ക്രിസ്തു, ലത്തീൻ ഭാഷയിൽ പറയും ആൾട്ടർ ക്രിസ്തുസ്, അനദർ ക്രൈസ്റ്റ്. വേറൊരു ക്രിസ്തു. ഈ ജീവിതത്തിൽ ഇനിയും ഒരു ക്രിസ്തുവായിട്ട് ജീവിക്കുവാൻ, അതുകൊണ്ടാണ് ഈ അപ്പം എടുത്ത് പറയാൻ സാധിക്കുന്നത്, ഇത് എൻ്റെ ശരീരമാകുന്നു, കാസായെടുത്ത് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നത്. എത്ര വലിയ ഭാഗ്യമാണ്! ഇതിൽ കൂടുതൽ പേർഷ്യയിൽ പോകുന്നതാണോ, അമേരിക്കയിൽ പോകുന്നതാണോ? അതിനേക്കാളൊക്കെ എത്രയോ വലിയതാണ് ഈ ത്രോണോസിൽ നിന്നുകൊണ്ട് ഈ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെയും അമ്മച്ചിമാരെയും ഒക്കെ ഓർത്തുകൊണ്ട്. അതിൽ കൂടുതൽ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടാനില്ല. സ്നേഹമുള്ള വിഭിന്നച്ച സഹോദരങ്ങളെ, അച്ഛൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ മനോഹരമായ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. അച്ഛൻ്റെ ജീവിതം, പൗരോഹിത്യ ജീവിതം ആരംഭിക്കുകയാണ്. സുപ്പീരിയർ അച്ഛന്മാരെ, ജനറൽ അച്ഛന്മാരോ പ്രൊവിൻഷ്യൽ അച്ഛന്മാരോ എവിടെ വിടുന്നുവോ അവിടെ പോയി അത് ചെയ്യണം എന്നുള്ളത് തീർച്ചയാണ്. സാധാരണ വെള്ള കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്ന അച്ഛന്മാരെ പോലെ അല്ല. ഒരു ബഥനിയുടെ സന്യാസ അനുഭവത്തിൽ നമ്മുടെ പുണ്യപിതാവായ മാറിവാനിയോസ് തിരുമേനി ആരംഭിച്ച് അനുഗ്രഹിച്ച ദൈവനിവേശിത പ്രകാരം ആരംഭിച്ച ആ സന്യാസ സമൂഹം, അനുഗ്രഹിക്കപ്പെട്ട സന്യാസ സമൂഹം, ഈ വർഷം 8 പേര്, 8 നമ്മുടെ മക്കള് ആ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വരികയാണ്. സന്യാസ ജീവിതം ഈ കണ്ട കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ല, ത്യാഗത്തിൻ്റെ ഒരു വലിയ ജീവിതത്തെ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. വ്രതങ്ങൾ എടുത്തുകൊണ്ട് അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ഈ 3 വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമേ അവരുടെ ജീവിതം നയിക്കുവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിനൊക്കെയും ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ജനറാളച്ചൻ ഇരിപ്പുണ്ട്, തെറ്റുണ്ടേ പറഞ്ഞേക്കണം. ഒരു സന്യാസിയെ നാം കാണുന്നത് കാവ്യവസ്ത്രം ധരിച്ചത് കൊണ്ടല്ല, തനിക്കുള്ള എല്ലാ കഴിവുകളും തൻ്റെ സന്യാസ സമൂഹത്തിലൂടെ കിട്ടിയ എല്ലാ അറിവുകളും ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അധികാരി പറയുന്നത് അനുസരിക്കുന്ന ഒരു ജീവിതം. എന്തെല്ലാം ഉണ്ടായാലും അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാനുള്ള ദാരിദ്ര്യം അനുഭവത്തിൻ്റെ മനോഭാവത്തിലുള്ള ജീവിതം. ഇതൊക്കെയാ ഒരു സന്യാസി. കാണുമ്പം നല്ല വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു വിചാരിച്ച് അവരുടെ ആശ്രമത്തിൽ പോയാൽ ജീവിതത്തിൽ ഒരിക്കലും അവരെ മാംസമോ മറ്റൊന്നും ഭക്ഷിക്കത്തില്ല. വെളിയിൽ പോകുമ്പോൾ ചിലപ്പം ഭക്ഷിക്കുമായിരിക്കും. പലതും അവർ ത്യജിച്ചുകൊണ്ട്, ശരിയാണോ, ആശ്രമത്തിലുണ്ടാക്കിയാലും അമ്മമാര് കൊടുക്കുമെന്ന്. ഒരു വലിയ ത്യാഗത്തിൻ്റെ അനുഭവമുണ്ട്. ഈ സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. പാവങ്ങളെ, നമ്മളറിയാത്ത വലിയ ഒരു ജീവിതക്രമം
സന്യാസ ജീവിതത്തിന് ഉണ്ട് എന്ന് ഈ നല്ല അവസരത്തിൽ ഞാൻ ഓർപ്പിക്കാൻ. ഇപ്പം ഇത് പറയാനുള്ള സമയമല്ല എങ്കിൽ തന്നെ സന്യാസ ജീവിതം, കർത്താവാണ് സന്യാസ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ. തൻ്റെ ജീവിതത്തെ ഒരു സന്യാസിയായി ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കർത്താവ് സന്യാസ ജീവിതത്തിന് ഉദാഹരണമായത്. ബിബിനച്ച, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അച്ഛൻ ഈ ഇടവകയുടെ അഭിമാനമാണ്. ഇവിടെ നല്ല എവിടെ അയക്കപ്പെടുന്നുവോ അവിടൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷിയായി കർത്താവിൻ്റെ രാജ്യം പരത്തുന്നതിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ മാസത്തിൽ അമേരിക്കയിൽ ലോങ് ഐലൻഡിൽ നമ്മുടെ ബഥനി അച്ഛന്മാരെ പ്രവർത്തിക്കുന്ന ഒരു പള്ളിയിൽ പോയി. 6-7 അച്ഛന്മാരുണ്ട്. ആ പ്രദേശത്തെ അച്ഛന്മാരുടെ കുറവുണ്ടല്ലോ. അവരെ 6-7 പള്ളികൾ, അതിന് ചുറ്റുമുള്ള പള്ളികൾ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് ശുശ്രൂഷ നടത്തുകയാണ്. എത്ര വലിയ ഒരു ശുശ്രൂഷ ദൈവത്തിൻ്റെ സഭയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും കാഴ്ചവെക്കുന്നു. നമുക്ക് അഭിമാനിക്കാം. ഈ അവസരത്തിൽ ഇടവക മക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയൊരു മകനെ കൂടി ദൈവത്തിൻ്റെ സഭയ്ക്ക് നമ്മുടെ പുണ്യപിതാവ് ധന്യൻ മാറിവാനിയോസ് തിരുമേനി ആരംഭിച്ച ഈ സന്യാസ സമൂഹത്തിന് കാഴ്ചവെക്കുവാൻ സാധിച്ച ഇടവക മക്കള്, മാതാപിതാക്കള്, നമ്മുടെ സന്യാസ സമൂഹത്തിൻ്റെ ഭാരവാഹികള്, നിങ്ങൾക്കെല്ലാവർക്കും അനുമോദനവും ആശംസയും നേരുന്നു. ഉപരിയായി ബിബിനച്ഛനെ ഇതിനൊക്കെ ദൈവം ഉപയോഗിച്ച ഭാഗ്യപ്പെട്ടവൻ എന്ന് പുകഴ്ത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ.